ഹലോ ഫാമിലി, എനിക്ക് വീഡിയോസ് എടുക്കുമ്പം കണ്ടിങ്ങനെ പീസ്ഫുള്ളായിട്ട് സൂതിങ് ആയിട്ടിരിക്കാൻ പറ്റുന്ന വീഡിയോസ് കാണാൻ ഇഷ്ടം. അതുപോലത്തെ വീഡിയോസ് എടുക്കാനും ഭയങ്കര ആഗ്രഹം. അപ്പം ചിലർ എൻ്റെ ഈ ഗോള് എനിക്ക് വർക്ക് ആവാറുണ്ട്, നിങ്ങൾക്ക് വർക്ക് ആവാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അസൻ ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ ഒരു തെറാപ്പി പോലെയാണെന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് നല്ലൊരു തെറാപ്യൂട്ടിക് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് എണീറ്റിപ്പോൾ എനിക്ക് തെറാപ്പി വേണ്ട ഒരു അവസ്ഥയായിരുന്നു. നല്ല അസൽ കോൾഡും എൻ്റെ മറ്റേ നമ്മൾ പറയില്ലേ ആകെ വയ്യാത്തൊരു രാവിലെ മോർണിംഗ് സിക്നസിൻ്റെ ഒത്തൻറ്റിക് വേർഷനായിട്ടാണ് ഞാൻ എണീറ്റത്. പിന്നെ തുമ്മലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മറ്റേ സ്റ്റീമൊക്കെ പിടിച്ച് ഒന്ന് ശ്വാസം എടുക്കാൻ പറ്റുന്ന രീതിയിലും ശബ്ദം രാവിലെ എണീറ്റപ്പോൾ ശരിക്കും ഒരു പശുക്കുട്ടിയുടെ പോലെ ആയിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പം മനുഷ്യനെ പോലെ ഇച്ചിരി കോണമെങ്കിലും മനുഷ്യൻ്റെ പോലെ ആക്കി എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് എന്നെ തന്നെ വെയിലത്തൊക്കെ കൊണ്ടേ കാണിച്ച് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഈയിടെയായിട്ടാണെങ്കിൽ എനിക്ക് മാഗി തേറ്റ് എനിക്കറിയില്ല, ഭയങ്കര മാഗി ക്രേവിങ്സ്, മാഗിയുടെ ഒരു ലോഡ് പുതിയ റെസിപ്പീസ്. ഈ ഇരുട്ടൊക്കെ കാരണം മോണാണെന്ന് തോന്നിക്കുന്നു. മുഖം ഇങ്ങനെ കേട്ടോ. അപ്പോൾ മാഗിയുടെ എന്തൊക്കെയോ റെസിപ്പീസ് കണ്ടുപിടിച്ചു. പിന്നെ മാഗി ജനറലി കഴിക്കുന്നത് അതൊന്നും നല്ലല്ലാത്തതുകൊണ്ട് എന്ത് റെസിപ്പി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിച്ചു തരണ്ടെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്നുള്ള എൻ്റെ പ്ലാൻ കണ്ടോ പണി പാടും. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പ്രാക്ടീസിന് അവിടെ പോകാനുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഈ പറഞ്ഞ തൊട്ട് അൺപ്ലാൻഡ് ആയിട്ടുള്ള ങ്ങളിലുള്ള മാഗി തീറ്റയൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ 1 കിലോ അങ്ങ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് കുറയ്ക്കണം, തിരിച്ച് പിടിക്കണം. പക്ഷേ അതിൻ്റെ ഇടയിൽ വയ്യാണ്ടായിപ്പോയി. അതാണ് എനിക്ക് വിഷമം. അപ്പം ഇന്ന് എനിക്കൊന്നും കുക്ക് ചെയ്യാനൊന്നും വയ്യ. സോ മോസ്റ്റ്ലി പുറത്തുനിന്ന് വാങ്ങും. സത്യം പറഞ്ഞാൽ അമ്മയുടെ അടുത്തേക്ക് പോയാൽ മതി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ തന്നെ കുറേ അവിടെ വീട്ടിൽ കസിൻസ് ഉണ്ട്. അമ്മയുടെ അച്ഛൻ്റെ ചേച്ചിയുടെ മോളും പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കോൾഡും കൂടെ ആയിരിക്കണോണ്ട് ഞങ്ങൾ പോകണ്ട. അപ്പോൾ നാളെ ക്ലാസ് ഉണ്ട്, സൺഡേ ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് അതവർക്ക് പിടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കൊന്നും രാവിലെ ഉണ്ടോ ചോദിക്കാൻ പോയോ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ചൂടുള്ള ചൂടോടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിലും ചൂടിലൊന്നും അങ്ങനെ കുടിക്കാൻ പറ്റില്ല. എനിക്കത് നല്ലോണം ആറ്റിയിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലെമൺ ടീ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വിത്ത് ഒരു ലെസ് ദാൻ ടേബിൾ സ്പൂൺ ഓഫ് ഷുഗറാണ്. ബേസിക്കലി എനിക്ക് ലൈം ടീ, ഞാനങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു സാധനം മാത്രം കുടിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരാളല്ല. എനിക്ക് ചില ദിവസങ്ങൾ ലൈം ടീ, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കോഫി, ചില ദിവസങ്ങൾ മിൽക്ക് ടീ, മസാല ടീ, ഇങ്ങനത്തെ ഓരോ ദിവസം ഓരോ മൂഡ്. പക്ഷേ ലൈം ടീയുടെ കേസിലും കോഫിയുടെ കേസിലൊക്കെ ബ്ലാക്ക് കോഫിയുടെ കേസിലൊക്കെ വിത്തൗട്ട് ഷുഗറാണ്, വിത്ത് ലെമണൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ലെമൺ ടീ വൈറ്റമിൻ സി റിച്ചാണ്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ഹൗ എവർ യു സേ ഇറ്റ്. മൂഡ് ബൂസ്റ്ററാണ്, ഇമ്മ്യൂണിറ്റി നല്ല രീതിക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഞാൻ ഷുഗർ കട്ട് ചെയ്തുകൊണ്ടല്ല കഴിക്കുന്നത്. ബിക്കോസ് ഞാൻ ഒരു ദിവസത്തിലാകെ ചിലപ്പോൾ 1-2 സ്പൂൺ മാക്സിമം ഷുഗറേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല, കട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുമില്ല. ഞാൻ കട്ട് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ വെയിറ്റ് ലോസ് എഫക്റ്റഡും അല്ല. അപ്പോൾ ഞാനങ്ങനെ എല്ലാം കട്ട് ചെയ്ത് അങ്ങനെയല്ല, എനിക്ക് പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള എന്നെ കാണാൻ പറ്റിയ പഴയ സ്വഭാവയുടെ ക്യാരക്ടർ പോലെ ഇരിക്കും. സൺഡേ നൈറ്റ്, അയ്യോ അത് വേറെ അടിപൊളി വിവാദമായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഏതോ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഉള്ള ഫോട്ടോയിൽ ഈ സ്പെക്സ് ഇങ്ങനെ ഇപ്പം കണ്ടില്ലേ, സണ്ണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഇതാവും സൺഗ്ലാസ് പോലെയാണ്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ കൂളാകുമ്പോഴത്തേക്കും അത് ഇൽ കം ഡൗൺ. അപ്പോൾ ഞാൻ ഏതൊരു അമ്പലത്തിൽ പോയതിൻ്റെ ഒരു വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഈ ഗ്ലാസ് ഇതായി. കാരണം ഗ്ലാസ് ഞാൻ വെക്കുന്നത് എനിക്ക് പവറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്, കണ്ണിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനത് വെച്ച് കഴിഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അമ്പലത്തിൽ പോയി. കൂളിംഗ് ഗ്ലാസ് എപ്പോഴേക്കും ഒന്ന് അഴിച്ച് വെക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് കൂളിംഗ് ഗ്ലാസ് അല്ലടേ എന്ന് എനിക്കും പറയാനുണ്ട്. ഇതെൻ്റെ ഡേ നൈറ്റ് ഗ്ലാസ്സാണ്. ഇത് വെച്ചില്ലേ ഞാൻ അമ്പലത്തിലുള്ള മറ്റേ എന്താ പറയുക ഭൂതഗണങ്ങളൊക്കെ തട്ടി നിലത്ത് വീഴും. അത്രയും സീനൊന്നുമില്ല. എന്നാലും സ്പെക്സ് എനിക്കൊരു 3 വയസ്സ് മുതലുള്ളതാണ്. അപ്പം അങ്ങനെ എടുത്ത് മാറ്റാറില്ല. അപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ ലെമൺ ടീ. അപ്പം ഹണിയൊക്കെ കൂട്ടി കടിക്കുന്നതെന്നല്ല, കുടിക്കുന്നതാണ് നന്നായിരിക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മോസ്റ്റ്ലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാറ് ലെമൺ ടീ ആണ്. പക്ഷേ ഇന്ന് എന്തെങ്കിലും കഴിക്കും. കാരണം ഇനി എനിക്ക് വരുന്ന ദിവസങ്ങളൊരു ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കും. ഞാൻ പറഞ്ഞില്ല, ഉണ്ടാക്കി കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ട് എന്താ കഴിക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ കമോൺ. നമ്മുടെ കണ്ണട തിരിച്ച് വെളുത്തു. ആക്ച്വലി കുക്ക് ചെയ്യാനുള്ള മൂഡ് തീരെ ഇല്ലായിരുന്നെങ്കിലും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും മനസ്സങ്ങ് അനുവദിച്ചില്ല. ബിക്കോസ് വയ്യാത്ത സമയത്ത് എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു നല്ല മെസ്സേജ് ആണല്ലോ എന്ന് ആലോചിച്ചിട്ട് എല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. സോ നമ്മൾ പല ആൾക്കാർക്കും ഓട്സ് ഹെൽത്തിയാണെന്ന് അറിയാം, പക്ഷെ അതിന് ടേസ്റ്റ് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഗ്രീക്ക് യോഗേർട്ട് അത് ഹെൽത്തിയാണെന്ന് അറിയാം, പക്ഷേ
ഫ്ലേവേർഡ് ഗ്രീക്ക് യോഗട്ട് ആയിരിക്കും എപ്പോഴും കഴിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് കുറയും. അപ്പോൾ അങ്ങനെയുള്ള ആ ആളുകളിൽ പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള എന്നെപ്പോലത്തെ ആളുകൾക്ക് പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണിത്. ഇത് ഞാൻ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ കണ്ടാണ്. ഒരു ക്രംബിൾഡ് ഓട്സ് ആൻഡ് ആപ്പിൾ സിനമൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ആപ്പിൾ റീപ്ലേസ് ചെയ്ത് ബനാന ആക്കി നോക്കിയതാണ്. നല്ല റോബസ്റ്റ ബനാന നമ്മൾ പാൻ ഹീറ്റായിട്ട് അതിനകത്തേക്ക് ഒരു ബട്ടർ ഇടുക, ഒരു കഷ്ണം ബട്ടർ ഇടുക എന്നാണ് ഉദ്ദേശിച്ചത്. അതിനകത്തേക്ക് ബനാനയും ഓട്സ്, റോൾഡ് ഓട്സ് ഓർ വാട്ട് എവർ ഓട്സ് യു വോണ്ട് ആഡ് ടു ഇറ്റ്, യു ജസ്റ്റ് ആഡ് ടു ഇറ്റ് ആൻഡ് നന്നായിട്ട് സോട്ടേ ചെയ്യുക. ആൻഡ് അതിനകത്തേക്ക് കുറച്ച് ഹണിയും കുറച്ച് സിനമൺ പൗഡർ ഇടുക. സിനമൺ പൗഡർ ഇസ് ഓപ്ഷണൽ, ബിക്കോസ് നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ആൻഡ് ഇതിനോട് ചേരുന്ന എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതെടുക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഗ്രീക്ക് യോഗേർട്ട് എടുക്കുക. യോഗേർട്ടിന് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഹണിയും ഈ പറഞ്ഞ പോലെ സിനമൺ പൗഡറും പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ സോട്ടേ ചെയ്ത് വെച്ച സംഭവം അത് കുറച്ചൊരു ക്രിസ്പി ഗോൾഡൻ ലെവലിലേക്ക് എത്തിയിട്ടാണ് കേട്ടോ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. കരിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം, കാരണം ഹണിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദാറ്റ്. അത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു പരിപാടി. പക്ഷേ ഇറ്റ്സ് എ വെരി ഹെൽത്തി സംഭവം. ആൻഡ് ഹണിയും ബട്ടറും ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് നല്ല ചൂട് കാണും. അപ്പം സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ വയലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കാൻ. ബട്ട് ഇറ്റ് ഈസ് എ വെരി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആൻഡ് വെരി ക്വിക്ക്ലി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് ഈ സാധനങ്ങൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യാം. ഇതിൻ്റെ ആക്ച്വൽ റിയൽ റെസിപ്പി എനിക്ക് തോന്നുന്നു ആപ്പിളിൻ്റെ കൂടെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്, ബിക്കോസ് ആപ്പിൾ ആൻഡ് സിനമൺ അതിനൊക്കെ കൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പക്ഷേ ഐ എം എ ബനാന ലവർ, സോ I chose to do with this. And ഞാൻ ChatGPTയുടെ അടുത്ത് ചോദിച്ച റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അറൗണ്ട് 450 കാലറീസ് ഉണ്ടാവും ഇതിനകത്ത് നിന്നാണ് പറയുന്നത്, വിച്ച് ഇസ് ഫെയർലി ഗുഡ്. കാരണം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു മീലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. യെസ് ഗൈസ്, അപ്പോൾ ലഞ്ചിന് ഐ എം ഫീലിംഗ് ബെറ്റർ ഓൾസോ. ഞാൻ കുറച്ച് സ്റ്റീമൊക്കെ കുറച്ചുകൂടെ ചെയ്തു, നല്ലത് ചെയ്തു. അപ്പോൾ ലഞ്ചിന് ഞാൻ അമ്മേനെ വിളിച്ച്, ഞാൻ പറഞ്ഞു അമ്മ അവിടെ കുട്ടികളൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പോൾ അതിന് പകരമായിട്ട് അമ്മേനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതിന് പകരമായിട്ട് നമ്മുടെ കടയിൽ നിന്ന് പറഞ്ഞു, നമ്മുടെ കടേൻ്റെ അടുത്താണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഷെഫിനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഇച്ചിരി പാപ്പാൻ തരണേ എന്ന് പറയുമ്പോൾ ഷെഫ് അപ്പോൾ തന്നെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വാട്ട് ഐ എം ഈറ്റിംഗ് ഫോർ ലഞ്ച് ഞാൻ ദോപ്പ കാണിച്ചാൽ ഒരു മിനിറ്റ് തുറക്കട്ടെ. ചോറിൽ നിന്ന് തുടങ്ങാം. ചോറ്, പയറ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പേര് പറയണ്ടല്ലോ, പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി, ഇത് സെർലാസ് ആൻഡ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അധികം എണ്ണയൊന്നും ഇല്ലാതെ ഷെഫിങ്ങനെ ചുട്ട പോലെ ചെയ്ത് തന്നിരിക്കുന്നതാണ്. അപ്പം നമുക്ക് കഴിക്കാം. ഇത്രയും പോരെ മച്ചാനിത് പോരെ എളിയാന്ന് ചോദിക്കുന്ന പോലത്തെ സീനാ. ഓക്കെ, അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. വളരെ ഹെൽത്തി ആയിട്ടുള്ള പയറ്, സാലഡ്, പലരും പല സ്ഥലത്തും സാലഡിന് പലതും പറയാം. പിന്നെ വെരി ലീസ്റ്റ് കാലറിയിലുള്ള പ്രോൺസ്, അത് അധികം എണ്ണയൊന്നും ഇല്ലാതെ, അധികം എന്നല്ല, ഷെഫ് ചില സമയത്ത് ഒട്ടും ഇത് ഇച്ചിരി എണ്ണയുണ്ട്. എന്തൊരു ചെയ്യാ. സോ ഹിയർ ഇസ് യുവർ ഉരുള. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ചോറൊന്നും ഇതായിട്ടുണ്ടെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഇതിന്ന് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാനെന്തായാലും എൻ്റെ പരിപാടികളൊക്കെ ഒന്ന് നടത്തട്ടെ. അതിൻ്റെ അകത്ത് ആ ഫ്ലഷ് ഉണ്ടോ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. അപ്പം ഈ ലഞ്ചിൻ്റെ വീഡിയോ കൂടുതൽ നേരം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് കൊതി കിട്ടും. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നില്ല നൈറ്റ് ഒന്നും കഴിക്കുന്നുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചായ ടൈമിൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഐ ഹാഡ് ഫോർ, അല്ലെങ്കിൽ ഐ എം ഹാവിങ് ഫോർ മൈ ലഞ്ച്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഫുഡിനോട് തന്നെ നമുക്ക് കൊതി തോന്നുക പറഞ്ഞൊരു പ്രത്യേക പരിപാടിയല്ലേ. സാധാരണ നമുക്ക് കൊതി തോന്നിയിട്ടാണ് നമ്മളത് കഴിക്കാൻ തുടങ്ങുക. പക്ഷേ ഇപ്പം അവ ഇങ്ങനെ സംഭവിച്ചു. ആൻഡ് എല്ലാം കഴിച്ചു. അവസാനം എല്ലാം തൂത്ത് പഠിച്ചൊരു കുഞ്ഞ് ഉരുളാന്നൊന്നും പറയാൻ പറ്റില്ല, ഉരുള കുഞ്ഞിനെയും കഴിച്ച് എല്ലാം കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഞാൻ എൻ്റെ ലഞ്ച് വൈൻഡപ്പ് ചെയ്തു. ആൻഡ് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ നല്ലോണം വെള്ളം കുടിക്കും കേട്ടോ. കീപ് യുവർ സെൽഫ് നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു വ്ളോഗ് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ സ്പാക്ക് പോയെടുത്ത് ഞാൻ പിന്നെയും വാട്ട് ഐ എയ്റ്റ് വാസ് ഈ ഒരു ലെമൺ ഡ്രിങ്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ വൈകിട്ട് നോർമലി ഞാൻ എന്തെങ്കിലുമൊക്കെ
എന്താ പറയുക, എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ട്, അതെനിക്ക് വെയിറ്റ് കാരണം പിടിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ലൈക്ക് ലൈം ടീ തന്നെയായിരിക്കും മോസ്റ്റ്ലി കുടിക്കുക, അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്നാക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് നടന്നില്ല, ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരു മസാന പോയപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഷോർട്ട് ഗ്ലാസ്സിൽ ചൂടുവെള്ളത്തിൽ നാരങ്ങയും കണ്ണൊക്കെ ചോദിക്കുന്നുണ്ടോ മസാജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ നാരങ്ങയും തേനും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം കുടിച്ചു. അതല്ലാതെ പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാനിപ്പം എന്തെങ്കിലും ഇച്ചിരി കഴിച്ചിട്ട് ഞാൻ അങ്ങനെ കിടക്കാൻ ചിലപ്പോൾ കഴിക്കില്ല. എന്തായാലും അതായിരുന്നു അതിൻ്റെ ഇടയിൽ വന്നൊരു വലിയ ഗ്യാപ്പ്. അപ്പോൾ ഗൈസ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചത് ഇവിടെ ഇരുന്ന് എന്തെങ്കിലും സോസേജോ അങ്ങനെ എന്തെങ്കിലും, ഞാൻ രാത്രി ഡിന്നർ കഴിക്കാറില്ല. പക്ഷേ ഇന്നിപ്പോൾ മസാജൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഇച്ചിരി എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സോസേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴത്തേക്കുമാണ് എൻ്റെ വയ്യായ്മ ആക്ച്വലി കുറഞ്ഞതായിരുന്നു, പക്ഷെ പിന്നെയും കൂടി. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഇച്ചിരി ചോറും ഒരു ഇച്ചിരി പുളിശ്ശേരിയും ഇച്ചിരി പയറും ഒക്കെ ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യാതെ അത് തന്നെ കഴിച്ചു. അപ്പം എൻ്റെ വാട്ടർ ഈറ്റിനിടെ ഒട്ടും ഉടായ്പ് വാട്ടർ ഈറ്റിനിടെ അല്ലെങ്കിൽ തന്നെയാണ് ഞാൻ കഴിക്കാറ്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ സാധനങ്ങൾ കഴിക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഫുൾ ടൈം പുറത്തും കൂടെ ആയിരുന്നുകൊണ്ട് അധികം ഒന്നും കഴിക്കലൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കണേ. അപ്പോൾ ഓൾ സെറ്റ്. നല്ല ഉച്ചക്കത്തെ ഫുഡ് വളരെ ഇച്ചിരി ഉണ്ടായിരുന്നല്ലോ. ആ കറി അങ്ങ് തീർക്കാൻ വേണ്ടി കഴിക്കുമെന്ന് പറയില്ലേ, അതുപോലെ എടുത്താണ് കഴിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ. ഞാൻ എൻ്റെ രാവിലെ തുടങ്ങിയതിൻ്റെ പകുതി എനർജി ഇല്ല, കാരണം അത്രയും ഞാൻ എക്സോസ്റ്റഡ് ആയി. അപ്പോൾ എന്തായാലും ഈ വാട്ടർ ഈറ്റിനിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതൊക്കെ മറന്നു വേണമെങ്കിൽ എത്രയും വേഗം അതൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ലോട്ട്സ് ഓഫ് ലവ് ആമി. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും ഒരുപാട് സന്തോഷവും ഒരുപാട് എല്ലാ ഭാഗ്യങ്ങളും കിട്ടട്ടെ. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ പറയാൻ തോന്നി. ഓക്കെ ഗൈസ്, അപ്പോൾ ടാറ്റാ.